ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഏതാനും നിമിഷങ്ങൾ കർത്താവിൻ്റെ വചനം നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഈ വചനത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ തീഷ്ണതയുള്ള പ്രേക്ഷിതരായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശ്രവിക്കുന്നവരെയും എന്നിലും നിറഞ്ഞു കവിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോ അപ്പസ്തലന്മാർക്ക് നൽകിയ ദൗത്യം, നിങ്ങൾ ലോകം എങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അത് മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരുടെയും അടിസ്ഥാന വിളിയും കടമയാണ്, ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ശുശ്രൂഷയാണ് കർത്താവിനെ പ്രഘോഷിക്കുക എന്നുള്ളത്. ഏത് രീതിയിലാണ് നമുക്ക് ലോകം മുഴുവനും പോയി ഈശോയെ പ്രസംഗിക്കുവാൻ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. പക്ഷേ ഞാനും നിങ്ങളും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ ഈ ലോകത്തിന് കൊടുക്കുവാനായിട്ട് നമ്മൾ കഴിയും. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത വേളകളിൽ നാനാജാതി മതസ്ഥരുടെ ഇടയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷേ അവരാരും ഒരു പക്ഷെങ്കിലും ജീവിതത്തിൽ പരിശുദ്ധ ഗ്രന്ഥം, അതായത് വിശുദ്ധ ഗ്രന്ഥം കൈകൊണ്ടെടുക്കുകയോ വായിക്കുകയോ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യാത്തവരായിരിക്കാം. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം ധ്യാനിക്കുകയും വിശുദ്ധ ഗ്രന്ഥം ജീവിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവരായ നാം ഓരോരുത്തരെയും അവർ വീക്ഷിക്കുമ്പോൾ യേശുക്രിസ്തു ഇന്ന് നമ്മളിലൂടെ ജീവിക്കുന്നുണ്ട്, യേശുക്രിസ്തു ഇന്ന് പ്രവർത്തിക്കുന്നുള്ള വലിയ ആ ശക്തി വിശേഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർ തിരിച്ചറിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിനെ നമുക്ക് ഈ ലോകത്തിന് കൊടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കേണ്ട ചിന്ത, ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു നമ്മൾ ജീവിക്കുവാൻ അവൻ തൻ്റെ ശരീരവും രക്തവും ഭക്ഷണപാനീയങ്ങളായി നൽകി അവന് നമ്മൾ ജീവിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരവ തിരുസഭ. ആ തിരുസഭയുടെ ആ മൗലിക ശരീരത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. അപ്പോൾ സഭയിലാണ് ഇന്ന് ക്രിസ്തു ജീവിക്കുന്നത്, സഭയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സഭയിലൂടെ യേശു പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, നിങ്ങളുടെ സ്നേഹം കണ്ട് അനേകായിരങ്ങൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് എന്നറിയുവാൻ ഇടയാകട്ടെ എന്ന് കർത്താവ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ അത് ഏറ്റവും വലിയ സ്നേഹമായിട്ട് മാറും. ഈശോയുടെ കൽപ്പന അനുസരിച്ച് ജീവിച്ച നിരവധി വ്യക്തികൾ തിരുസഭയിലുണ്ട്. മാമോദീസ സ്വീകരിച്ച നിരവധി വ്യക്തികളുണ്ട്. എൻ്റെ മനസ്സിലേക്ക് ഈ നിമിഷം കടന്നു വരുന്ന ഏക വ്യക്തി നമ്മുടെ മദർ തെരേസയാണ്. മദർ തെരേസ ഈശോയുടെ ജീവൻ, ഈശോയെ അനുഭവിച്ചറിഞ്ഞ് തൻ്റെ ജീവിതത്തിലൂടെ അനേകായിരങ്ങൾക്ക് ആ പാവപ്പെട്ട കന്യാസ്ത്രീ പകർന്നു കൊടുത്തപ്പോൾ ലോകം മുഴുവനും യേശുക്രിസ്തുവിനെ വഹിക്കുന്ന വലിയ ഒരു ഉപകരണമായിട്ട് മദർ തെരേസ മാറി. അവർ കടന്നു ചെല്ലുന്ന മേഖലകളിലൊക്കെ അവരെ ഒന്ന് കാണുവാൻ, അവരെ ഒന്ന് സ്പർശിക്കുവാൻ, അവരുടെ കയ്യിൽ നിന്ന് വസ്തുവകൾ വാങ്ങുവാൻ ആളുകൾ തടിച്ചു കൂടുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ കാരണം? അവർ യേശുക്രിസ്തു ജീവിക്കുന്ന സാക്ഷിയായി ഈ ലോകത്തിൽ മാറിയപ്പോൾ അവരിന്ന് ജീവിക്കുന്ന വിശുദ്ധയായിട്ട് മാറി. അനേകായിരങ്ങളിൽ നിന്ന് അവർ കബറിടത്തെങ്കിൽ വരികയും പ്രാർത്ഥിക്കുകയും അവരിൽ നിന്ന് അവരുടെ ശക്തിവിശേഷ പ്രാർത്ഥനയിലൂടെ സ്വീകരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. നമ്മുടെ വിചിന്തനത്തിൻ്റെ വിഷയവിധ, ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാണോ? യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് മറ്റുള്ളവർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടോ എന്ന് വലിയ ചിന്ത ഈ നിമിഷം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രൈസ്തവരായ നമ്മൾ തിരുസഭയോട് ചേർന്ന് നിന്ന് തിരുസഭയുടെ വിശുദ്ധ കുദാശകളൊക്കെ സ്വീകരിച്ച് ശക്തി പ്രാപിച്ച് ജീവിക്കുമ്പോൾ അനേകായിരങ്ങൾ ഈശോയെ തിരിച്ചറിയുവാനിടയാകും എന്ന് ഞാൻ ഈ നിമിഷം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഈശോയുടെ ഏറ്റവും വലിയൊരു ഉപകരണങ്ങളായിട്ട് ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്യുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും
സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.